ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകളെല്ലാം ശരിയാണോ? ശ്രീ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ 2 ലേഖനം ഞാൻ വായിച്ചു. 3ാമത്തെ ലേഖനത്തിന്റെ കണ്ടൻസ് എനിക്കറിയാം. ആ ലേഖനത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടത് തന്നെയാണ്. ഏത് തരത്തിലുള്ള ആശയവിനിമയമാണ് താങ്കളുമായി നടന്നത്? എന്നെ ശ്രീ ജോൺ ബ്രിട്ടാസിനെ വിളിച്ചിരുന്നു. അദ്ദേഹം ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഞാൻ മുഖ്യമന്ത്രിയായിട്ട്, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിട്ട് സംസാരിച്ചു. ശ്രീ കുഞ്ഞാലിക്കുട്ടിയായി അദ്ദേഹമായിട്ട് സംസാരിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടി ഒപ്പീനിയൻ അനുസരിച്ച് ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. എന്നിട്ട് ഈ സമരത്തിന് ഒരു പോംവഴി ഉണ്ടാക്കുന്നു എങ്കിൽ അതിലേക്ക് നീങ്ങുന്നതിൽ തടസ്സമില്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. ബ്രിട്ടാസിന്റെ ആവശ്യം എന്തായിരുന്നു സർ? അദ്ദേഹം പറഞ്ഞിരുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ആ ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ നേരത്തെ ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പറയണം എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്കൊരു തടസ്സവും ഇല്ലാത്ത കാര്യമാണ്. കാരണം ഓൾറെഡി ഞങ്ങൾ അത് തീരുമാനം എടുത്തതല്ലേ, ക്യാബിനറ്റിൽ ഡിസൈഡ് ചെയ്തതല്ലേ. അത് പരസ്യപ്പെടുത്തണം എന്ന് പറയുന്നതിന് ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത്? അത് പരസ്യമായ ഒരു ഡോക്യുമെന്റ് തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾ പരസ്യപ്പെടുത്തി, ഒരു തർക്കവും ഉണ്ടായില്ല. ആ സമരം നടക്കുന്ന ദിവസം നിങ്ങൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ വസതിയിലായിരുന്നല്ലോ. അന്ന് ആണോ ഈ കൂടിയാലോചനകളൊക്കെ പൂർത്തീകരിച്ചത്? സമരം നടക്കുന്ന ദിവസം രാവിലെ 9 മണിക്ക് ക്യാബിനറ്റ് വെച്ചിരുന്നു. ആ ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കയറ്റില്ല എന്നുള്ളതായിരുന്നു സമരത്തിൽ വന്നിട്ടുള്ള ആളുകൾ പരസ്യമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ. പക്ഷേ ക്യാബിനറ്റ് 9 മണിയായപ്പോൾ മന്ത്രിമാരെല്ലാവരും എത്തി. രാവിലെ തന്നെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഞാനും ഞങ്ങൾ ഒരുമിച്ചാണ് സെക്രട്ടേറിയറ്റിലേക്ക് വന്നത്. മറ്റു മന്ത്രിമാരെല്ലാവരും, കുഞ്ഞാലിക്കുട്ടി സാഹിബടക്കം എല്ലാ മന്ത്രിമാരും ക്യാബിനറ്റിൽ 9 മണിക്ക് മുമ്പ് തന്നെ എത്തി. ഞങ്ങൾ അവിടെ ക്യാബിനറ്റ് കൂടി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം അത് കന്റോൺമെന്റ് ഗേറ്റ് തടയേണ്ട എന്ന തീരുമാനം സമരക്കാരുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടായതുകൊണ്ടല്ലേ? അല്ല, കണ്ടോൺമെന്റ് ഗേറ്റ് തടഞ്ഞല്ലോ. കണ്ടോൺമെന്റ് ഗേറ്റ് തടയാൻ സാധ്യമല്ല എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണ്. കാരണം കണ്ടോൺമെന്റ് ഗേറ്റിൽ അവിടെ 144 പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് ഹൈക്കോടതിയുടെ തീരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 144 പ്രഖ്യാപിച്ച ഒരു പ്രദേശത്ത് അയൽക്കൂട്ടുണ്ടാക്കാൻ സംഭവിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് തന്നെ പലവട്ടം ചർച്ച നടത്തിയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതേസമയം കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴിച്ച് മാറ്റിയ 3 ഗേറ്റുകളുണ്ട്. ആ 3 ഗേറ്റുകൾ വളയുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കും തർക്കമില്ല. സ്വാഭാവികമായിട്ട് സമരത്തിൽ വരുന്ന ആളുകൾ വന്നിട്ടുള്ള വടക്കേ ഗേറ്റ്, തെക്കേ ഗേറ്റ്, മറുവശത്തുള്ള ഗേറ്റ്, YMCയുടെ ഭാഗത്തുള്ള ഗേറ്റ്, ഇതൊക്കെ തടയുന്നതിന് തർക്കമില്ല. പക്ഷേ അവിടെ 144 പ്രഖ്യാപിച്ചതാണ് പുല്ലൻ റോഡ്. ആ പുല്ലൻ റോഡിലൂടെ അവിടെ കണ്ടോൺമെന്റ് ഗേറ്റിൽ കയറുന്നത്. ആ കണ്ടോൺമെന്റ് ഗേറ്റ് തടയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അവസാനം അത് കണ്ടോൺമെന്റ് ഗേറ്റ് തുറന്നിടുകയും ചെയ്തു. അന്നത്തെ ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ക്യാബിനറ്റ് ശാന്തമായി തീർന്നു. ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം ക്യാബിനറ്റിൽ മന്ത്രിമാരെ കയറ്റില്ല എന്നുള്ളതായിരുന്നല്ലോ പ്രഖ്യാപനം. മന്ത്രിമാർ വരികയും ഒഫീഷ്യലായിട്ട് ക്യാബിനറ്റ് കൂടുകയും ചെയ്തതോടുകൂടി പിന്നീട് ആ ഒരു ഡിമാൻഡ് ഇൻഫെക്ഷ്യസായി പോയി. കാരണം ക്യാബിനറ്റിൽ സെക്രട്ടേറിയറ്റ് കയറ്റില്ല എന്ന് പറഞ്ഞ പിടിവാശി ഇല്ലാതെ പോയല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നീട് കൂടിയാലോചനകളിലേക്ക് കടക്കുകയായിരുന്നോ ബ്രിട്ടാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ? ബ്രിട്ടാസ് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. അതിനുശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ അവരുടെ ചാർട്ട് ഓഫ് ഡിമാൻഡ് ഞങ്ങളുടെ കയ്യിൽ നേരത്തെ തന്നിരുന്നു. ആ ഡിമാൻഡിനകത്തെ ചില കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾക്കാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും സന്മനസ്സായിരുന്നു. ഞങ്ങൾക്കൊരു തടസ്സം ഉണ്ടായിരുന്നില്ല. ക്യാബിനറ്റ് തന്നെ എടുത്തൊരു തീരുമാനം അത് പരസ്യമായി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന അത്രയും CPM വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു? ആ സമരത്തിന് വേണ്ടി നല്ല പ്രിപ്പറേഷൻസ് അവരെടുത്തിരുന്നു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഇവിടെ സമരഭടന്മാർക്ക് യാത്രയപ്പ് കൊടുക്കുക, രക്തഹാരമണിയിക്കുക, അവർ മടങ്ങി വരുന്നത് മുഖ്യമന്ത്രിയെ താഴെ ഇറക്കിയേ ഉള്ളൂ എന്ന് പ്രതിജ്ഞ എടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറുക. ഈ പ്രിപ്പറേഷൻസിന് ശേഷമാണ് അവർ തിരുവനന്തപുരത്ത് എത്തുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നു കഴിയുമ്പോൾ ആ സമരം നീണ്ടു നിന്നാൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ദീർഘമായി സ്വാഭാവികമായിട്ടും അനുദിന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവർക്കുള്ള ഫെസിലിറ്റി കൊടുക്കണ്ടേ, അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവണ്ടേ. അപ്പൊ അതൊന്നുമില്ലാതെ അത് ഒരു അനിശ്ചിതമായ ഒരു സമരം, ബഹുജന സമരം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ?
അതുകൊണ്ട് അവർക്ക് ഒരു ഘട്ടത്തിൽ ഈ സമരം തീർക്കേണ്ടി വരും എന്ന് ഏതെങ്കിലും ചില ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്തൊരു അസാധാരണമായ പ്രക്ഷോഭമാണ് അന്ന് സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗത്ത് കണ്ടത്. അപ്പോൾ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ സാഹസികമായി എടുത്ത ഒരു സമരപ്രഖ്യാപനം എന്നാണോ അവർക്ക് തന്നെ വീണ്ടും വിചാരമുണ്ടായത് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇല്ല, അവര് നല്ല പ്രിപ്പറേഷൻസ് ഈ സമരഭടന്മാരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നല്ല പ്രിപ്പറേഷൻസ് അവരെടുത്തിരുന്നു. അവര് സമരഭടന്മാരെ ഏഴാം പ്രദേശത്ത് യാത്ര വയ്ക്കുക, തീവണ്ടിയിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായ മുദ്രാവാക്യം വിളിച്ചവരെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ എല്ലാ നടപടികളും അവർ ചെയ്തിരുന്നു. അല്ല സാർ, അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ദൈനംദിന കാര്യങ്ങൾ അടക്കം ചെയ്യുന്നതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അത് നേതൃത്വത്തിന്റെ ആലോചനയിൽ ആ ഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണോ? അത് അവരാണ് പറയേണ്ടത്. എനിക്കതിനെ കുറിച്ച് അറിയില്ല. 10,000-കണക്കിന് ആളുകളെ ഇതിന് അനിശ്ചിത കാലത്തേക്ക് പിരിയാത്തുള്ള സമരമായി ഇവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ അതിന് ചെയ്യേണ്ട പ്രിപ്പറേഷൻസ് അവരാണ് ചെയ്യേണ്ടത്. അതെന്താ ചെയ്യാത്തതെന്നുള്ള അവരാണ് മറുപടി പറയേണ്ടത്. ശ്രീ തിരുവഞ്ചൂർ, ഈ സമരവുമായി ബന്ധപ്പെട്ട് പിന്നീട് അവർ പിൻവാങ്ങുന്നതിന്റെ ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം, നിങ്ങൾ ഈ 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിച്ചതാകുമോ? 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി പ്രഖ്യാപിക്കാതെ നിവൃത്തിയില്ലല്ലോ. കാരണം സാധാരണ സെക്രട്ടേറിയറ്റിലെ സാധു ജീവനക്കാർ എന്തിനാ ഇവരുമായിട്ട് കൺഫ്രണ്ടേഷന് വേണ്ടി നമ്മൾ ഇട്ടുകൊടുക്കുന്നത്? അത് ചെയ്യരുതല്ലോ. 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുത്താൽ അത്രയും സന്തോഷമല്ലേ? അതേസമയം സെക്രട്ടേറിയറ്റിനകത്ത് ജീവനക്കാരെ കയറ്റില്ല എന്നുള്ളതല്ല, മന്ത്രിമാരെ കയറ്റില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യമായി മാധ്യമങ്ങളിൽ വന്നത്. മന്ത്രിമാരെല്ലാവരും കയറി ക്യാബിനറ്റ് ഞങ്ങൾ കൂടി ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അവസാനമായി ഒരു കാര്യം കൂടി ശ്രീ തിരുവഞ്ചൂർ, ഈ വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് ആരെയാണ് പ്രതിരോധത്തിലാക്കുന്നത്? ഞാനത് പറയുന്നത് ശരിയല്ല. കാരണം ആര് പ്രതിരോധത്തിലായാലും ചരിത്ര സത്യങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇതൊക്കെ ചരിത്രത്തിന്റെ ഒരു ആലേഖനം ചെയ്യുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് ആ ചരിത്ര സത്യങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. അതിൽ ആര് പ്രതി ആര് വാദി എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച സത്യത്തിൽ അതിൽ ഞാൻ ഉൾക്കൊള്ളുന്നത് ശരിയല്ല. താങ്കളെ ഒരുപാട് വേട്ടയാടിയ വിഷയമാണ്. CPM തന്നെയായിരുന്നു താങ്കൾക്ക് നേരെ ആരോപണങ്ങളുടെ കുന്തമുന നീട്ടിയത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും വേട്ടയാടുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. അതിനൊക്കെ ഈ വെളിപ്പെടുത്തലിലൂടെ ഒരു കാലനീതി വരുന്നു എന്നാണോ? കാരണം ഹൈക്കോടതി പോലും അങ്ങനെ പരാമർശിക്കുകയുണ്ടായി, ഉമ്മൻചാണ്ടിയുടെ ആത്മാവിനേറ്റ മുറിവ് എന്ന രൂപത്തിൽ. സ്വാഭാവികമായിട്ടും അന്തരിച്ചു വരച്ച് ഉമ്മൻചാണ്ടിക്ക് ഇതിനേക്കാൾ കൂടുതൽ ആശ്വാസം കിട്ടാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാ സത്യവും പുറത്തു വരട്ടെ, ജനങ്ങൾ അറിയട്ടെ. ആ സമയത്ത് അത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ആശ്വാസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴെങ്കിലും മരണാനന്തരമെങ്കിലും അദ്ദേഹത്തിന് അതിന്റെ ആശ്വാസം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ പ്രതികരിച്ചതിന്.